ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അത് രാവിലെ സുബഹിസ്കരിച്ച് കണ്ട് ഒരു 5:30 നേരം വെളുക്കും. അപ്പോൾ നമ്മളെ പണി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് ഇതിമേട്ടാ. ഈ ഒരു വള്ളിച്ചെടി എന്തിനു കുഴിച്ചിട്ടതാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം ഇതിമൊരു പൂവോ കായോ ഉണ്ടാവണത് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പക്ഷേ കഫീലിൻ്റെ വാപ്പാൻ്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇതിന് വെള്ളം ഒഴിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പണി നല്ല വൃത്തിക്ക് ചെയ്യും. അങ്ങനെ അതിന് വെള്ളം ഒഴിച്ചെടുത്ത് കൊണ്ട് നേരെ മലയാളി ഹോട്ടലിൽ പോയി കൊണ്ട് എന്ത് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായ പൂരി ഓർഡർ ചെയ്തു. പിന്നെ നിങ്ങളുടെ നാട്ടിലെന്താ പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ പൂരി കഴിച്ച് കൊണ്ട് നമുക്ക് അടുത്തത് തന്നത് ഈ ഒരു പെണ്ണാണ്. ഇവളും ഇവളെ കുട്ടികളും നമുക്ക് നല്ലൊരു മുട്ടൻ പണി തന്നിട്ടുണ്ട്. അത് ഞാൻ 2 ദിവസം മുമ്പാണ് ശ്രദ്ധിച്ചത്. സംഭവം ആ കാണേണ്ടത് തന്നെയാണ്. ആകെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇവളും കുട്ടികളും കുറച്ച് മാസങ്ങളായിട്ട് താമസിക്കുന്നത്. ഇവിടെയാണ് ഇവൾ പ്രസവിച്ച് കിടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്നറിയോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, എൻ്റെ കഫീലിൻ്റെ അനിയനും ജ്യേഷ്ഠനൊക്കെ കുറച്ച് വണ്ടി ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു ഗ്യാരേജാണത്. ഒരു വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയിക്കാണ്ട് എന്തൊക്കെയാണ് പണിയെടുപ്പിച്ചിട്ടുണ്ടെന്നുള്ളതെങ്കിൽ ആ എല്ലാ ടൂൾസും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരു വണ്ടിൻ്റെ എൻജിൻ ഇറക്കാനുള്ള ക്രെയിന് വരെ ആ തലക്ക് കാണുങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലില്ലാത്ത ടൂൾസും കാര്യങ്ങളും ഇല്ല. ഇവരെന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് കണ്ട് തന്നെ തീർക്കലാണ്. അത് ഓൽക്കൊരു പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പോകാൻ മടി കൊണ്ടോ അല്ല. അത് ഓൽക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. അത് വണ്ടി ഭ്രാന്തന്മാർക്ക് മനസ്സിലാവും. അപ്പോൾ വണ്ടി ഭ്രാന്തന്മാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കട്ടോ. ഇതൊക്കെ വണ്ടീൻ്റെ അടിയിൽ കിടന്നുകാണ്ട് പണിയെടുക്കുന്നതാണ്. അതേപോലെ ജാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം വൃത്തിക്ക് സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചതായിരുന്നു. അപ്പം ഞാൻ നല്ല സ്മെല്ല് വരുന്ന കണ്ടപ്പോൾ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഫെയറിങ് ക്ലോറക്സും ഡെറ്റോളും ഇതിൽ 3-ൽ ഏതെടുത്ത് കണ്ടാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയും കിട്ടാത്തതുകൊണ്ട് 3ഉം കൂടെ ഒരുമിച്ച് മിക്സാക്കി കണ്ടാണ്ട് ഒഴിച്ചു. അങ്ങനെ നല്ല മെനക്കേടുണ്ടായിന് കേട്ടോ അത് വൃത്തിയാക്കി എടുക്കാൻ. കാരണം 2-3 മാസമായി കണ്ട് ഓളും കുട്ടികളും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കച്ചറയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് പടത്തിൽ ജഗതി പറഞ്ഞമാതിരി നല്ല തേച്ചൊരച്ച് കഴുകിക്കാണ്ട് ആ പരിപാടി ഇങ്ങനെ കഴിച്ചുകൊണ്ട് ടൂൾസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തേക്കാണ്. ഭയങ്കര വെയിറ്റുള്ള കുറേ ടൂൾസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്ത് കഫീലിൻ്റെ പെണ്ണുങ്ങൾ വിളിച്ചുകൊണ്ട് എന്തോ ഒരു ചെറിയ ഓട്ടം ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കണ്ട് നിൽക്കുക. വീടിൻ്റെ അടുത്ത് തന്നെ എയർപോർട്ട് ആയതുകൊണ്ട് ഫ്ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരും ഫസ്റ്റായിട്ട് സൗദിയിൽ വന്ന് ഇറങ്ങിയ ദിവസമാണ്. അതേപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും. അങ്ങനെ ചെറിയൊരു ഓട്ടം പോവുകയാണ്. ഇപ്പോൾ കഫീലിൻ്റെ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് ഓൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാണുന്ന ഹൈവേമൊക്കെ നമുക്ക് ചാടണം. അതിനിവിടെ പോലീസുകാരൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു സർവീസ് റോട്ടിൽ നിന്ന് കുറച്ചീച്ച വണ്ടികളാണ് അതുകൊണ്ട് കടത്തി വിട്ടുള്ളൂ. അങ്ങനെ ഹൈവേമൊക്കെ ചാടിക്കാണ്ട് ഇങ്ങനെ പതുക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പതുക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണും. ഇതെന്തോ കോയൽപ്പണം കൊണ്ടുപോകുന്ന വണ്ടി അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ വെറൈറ്റി വണ്ടികൾ കാണാം. ഇതൊക്കെ കാണാൻ പറ്റിയ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് കേട്ടോ. ഭാഗ്യത്തിന് എന്നും ഈ റോട്ടുമ്പോൾ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ട്രാക്കിലാണെങ്കിലും ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാം. എങ്ങനെ കഫീലിൻ്റെ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറിയൊരു ഹോസ്പിറ്റൽ ക്ലിനിക്കാണ്. അവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 10 ബോക്സ് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഫീലിൻ്റെ അമ്മ വിളിച്ച്. അങ്ങനെ അതും മേടിച്ചിക്കാണ്ട് ലിഫ്റ്റിൽ വെച്ചിക്കാണ്ട് അതുപോലെ വീട്ടിൻ്റെ മേലെ കൊണ്ടുപോയിക്കാണ്ട് വെച്ചിക്കാണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം റെഡിയാക്കാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ തൂനാണ്. ഇപ്പോൾ 2 തക്കാളി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ കൂടെ മേടിച്ചിക്കാണ്ട് അതൊക്കെ നല്ല കുനുകുനാന്ന് അരിഞ്ഞിക്കാണ്ട് എന്ത് ചെയ്തു ഒരു 10-15 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. ഒരു അടിപൊളി തൂനക്കറി കണ്ട് റെഡിയാക്കി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഹോട്ടലിൽ പോയിക്കാണ്ട് 2 പൊറാട്ടയും മേടിച്ചിക്കാണ്ട് അതും കൂട്ടിക്കാണ്ട് അടിച്ച്. ഇപ്പോൾ പോണത് കഫീലിൻ്റെ പെങ്ങളെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ആ കാണുന്ന ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഓളെ മക്കത്തേക്ക് കെട്ടിച്ചതേന്. അപ്പോൾ ഹജ്ജ് വരെ മക്കത്തേക്ക് പോകുമ്പോൾ അവിടെ 2-3 ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കറക്റ്റ് സമയത്തിന് പോകാനും വരാനും പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് പോക്കും വരവൊക്കെ. അപ്പോൾ ഓളെടുക്കാൻ വേണ്ടിക്കാണ്ട് വന്നതാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഇതിൻ്റെ ഉള്ളിലത്തെ കോമ്പൗണ്ടൊക്കെ ഇപ്പോൾ എനിക്ക് ഫുൾ കാണാപാടാണ് കേട്ടോ. ഞാൻ വന്ന സമയത്ത് ആകെ തപ്പി പിടിച്ചതിൻ്റെ ഒരു സ്ഥലമാണിത്.
അങ്ങനെ ഓളെടുത്തുകാണ്ട് വീട്ടിൽ കൊടുത്തുകാണ്ട് വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് റേഡിയേറ്ററിൻ്റെ ഉള്ളിലത്തെ വെള്ളം തിളക്കണ ഭയങ്കര സൗണ്ട് എൻ്റെ ഡ്രൈവിംഗ് സീറ്റിക്ക് കേൾക്കുന്നുണ്ട്. അപ്പം ഞാനാകെ പേടിച്ചുകാണ്ട് പെട്ടെന്ന് വന്നുകാണ്ട് ബോണറ്റ് പൊന്തിച്ച് നോക്കിയപ്പോഴാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ റേഡിയേറ്ററിൻ്റെ ഫാന് വർക്ക് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ റേഡിയേറ്ററിൻ്റെ വെള്ളം തിളക്കണ സൗണ്ട് പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. ഇത് എപ്പോൾ ഓഫായതാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് കഫീലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. കഫീൽ പറഞ്ഞു അത് വിഷയമില്ല, അവിടെ വണ്ടി അവിടെ ഇട്ടാളായതുകൊണ്ട് കൊണ്ടുപോകണ്ട, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓനെ പണി കഴിഞ്ഞ് വന്നുകാണ്ട് നോക്കിക്കാണ്ട് ഓനാണ് ഇപ്പോൾ ഈ ഒരു കോലത്തിലാക്കിയിരിക്കണ വണ്ടി. ഓനൊരു 5 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ നെട്ടും ബോൾട്ടും അമ്പറും ഇതൊക്കെ ആണ്ടും കൊണ്ടൊക്കെ ആക്കിക്കാണ്ട് റേഡിയേറ്ററിൻ്റെ ഫാൻ എടുത്തുകാണ്ട് പുറത്തിട്ട് ഇതൊക്കെ ടൂൾസൊക്കെയാണ്. അപ്പോൾ രാവിലെ ആ ഗാരേജ് വൃത്തിയാക്കിയത് നന്നായിട്ട് ഈ ടൂൾസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു ചെയ്തു ഇത് ശരിയാക്കിയാന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ റേഡിയേറ്ററിൻ്റെ ഫാന് പുറത്തിട്ടുകാണ്ട് ഓനിപ്പോൾ അത് മേടിച്ചാൻ പോയതാണ്. ഇന്ന വണ്ടി നോക്കാൻ ഏൽപ്പിച്ചുകാണ്ട് അങ്ങനെ നേരെ മരിവാൻ കൊടുത്ത് ഞാൻ വണ്ടി നോക്കിക്കാണ്ട് ഇരിക്കുകയാണ്. ഓൻ വരണവും കാത്തുകാണ്ട് അങ്ങനെ കടകളൊക്കെ ഇങ്ങനെ ഓപ്പണാക്കി രാത്രി ആയില്ലേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓന് റേഡിയേറ്ററിൻ്റെ ഫാനും പിന്നെ 1-2 കാര്യങ്ങളൊക്കെ മാറ്റാണ്ടായിന് അതൊക്കെ മേടിച്ചുകാണ്ട് കൊടുന്ന് അതൊക്കെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഓൻ സെറ്റാക്കിക്കാണ്ട് വണ്ടിയും റെഡിയാക്കി തന്നു. അങ്ങനെ ഞാൻ വണ്ടി എടുത്തുകാണ്ട് പെട്രോൾ അടിക്കാൻ പോകുന്നതാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണത്. ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുമെന്നറിയാം. നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരു കക്കൂസും അതന്നെ വർക്ക് ചെയ്യൂല. പക്ഷേ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ അധികം ഒരു 99% പെട്രോൾ പമ്പിലും നമ്മളെ വണ്ടി വാഷ് ചെയ്യാനുള്ള സൗകര്യം, വണ്ടീൻ്റെ ടയർ മാറ്റാനുള്ള സൗകര്യം, അതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റ്, അതേപോലെ അത്യാവശ്യം അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വരുന്നവർക്കുള്ള ചെറിയ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു പെട്രോൾ പമ്പിലുണ്ടാവും. ഇത് പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു കോഫി ഷോപ്പാണ് കേട്ടോ, ബോൺ കഫേ എന്ന് പറയും, ഒരു ചായക്കപ്പിൻ്റെ രൂപത്തിൽ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ 99.28 റിയാലിൻ്റെ എണ്ണ അടിച്ചിരിക്കണത്. ഞാൻ അവനോട് 100 റിയാൽ കറക്റ്റാക്കാൻ പറഞ്ഞു. അങ്ങനെ ഓനത് 100 റിയാൽ കറക്റ്റാക്കി. അങ്ങനെ 100 റിയാലിൻ്റെ എണ്ണ അടിച്ചുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ പച്ചക്കറി മാർക്കറ്റിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ കണ്ടെയ്നറൊക്കെ കിടക്കണത് കേട്ടോ. അപ്പോൾ കഫീലിൻ്റെ ഉമ്മ വിളിച്ചുകൊണ്ട് പറഞ്ഞ് ഞാനൊരു ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്, അവിടെ ഹോട്ടലാണ്, അവിടെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ അത് മേടിച്ചുകൊണ്ട് പോരുക. അങ്ങനെ ഹോട്ടലും തിരഞ്ഞുകൊണ്ട് പോവാണ് ഇപ്പോൾ. അങ്ങനെ ഹോട്ടലിലെത്തി ബില്ലൊക്കെ സെറ്റാക്കിക്കാണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഫുള്ളൊരു ഡാർക്ക് നല്ല രസമുള്ളൊരു വർക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലെത്തിക്കാണ്ട് ഫുഡ് ഓൽക്ക് കൊടുത്തപ്പോൾ കഫീലിൻ്റെ ഉമ്മ എനിക്ക് തന്ന ഫുഡാണ് ഇപ്പോൾ ഇത്, രാത്രിക്കത്തെ ഫുഡ്. അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ കാണുന്നതൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസമാണ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും അടിക്കണേ. താങ്ക് യു.